നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കൂടുതൽ വഷളാകുകയാണ്. തീർച്ചയായിട്ടും അതൊരു ഈ അതിർത്തിയിലെ പോരാട്ടം, അതുപോലെ തന്നെ ഓരോ ദിവസവും പാകിസ്ഥാൻ പ്രകോപനം തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യം തിരിച്ചടിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥ രാജ്യത്തെ പല രീതിയിൽ ബാധിക്കും. പ്രത്യേകിച്ച് സാമ്പത്തികമായും മറ്റ് പല കാര്യങ്ങളിലും ഇത് ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഇതാ സ്വർണത്തിന് വീണ്ടും വില കയറ്റാം. രാജ്യാന്തര സ്വർണ്ണ വിലയിൽ വലിയ കുതിപ്പ് പ്രകടമല്ല. പക്ഷേ ഇന്ത്യയിൽ സ്വർണത്തിന്റെ വില കയറുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ പൊതുവെ സ്വർണത്തിന് നൽകുന്ന പ്രതിസന്ധി കാലത്തെ സുരക്ഷിത നിക്ഷേപം ആണ് ഈ വില വർധനയ്ക്ക് ഒരു കാരണമായി മാറിയിരിക്കുന്നത്. കേരളത്തിൽ ഗ്രാമിന് ഇന്ന് 30 രൂപ വർദ്ധിച്ച് വില 945 രൂപയായി. പവന് 240 രൂപ ഉയർന്ന് 72,360 രൂപയായി. ഇന്നലെയും ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയും കൂടിയിരുന്നു. മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ചിൽ എങ്ങനെയാണെന്ന് നോക്കാം. ജൂണിൽ അവധി വില 95,381 രൂപയിൽ നിന്ന് ഉയർന്ന് 97,323 രൂപയായി. കേരളത്തിൽ 18 ക്യാരറ്റ് വിലയും വെള്ളി വിലയും കൂടുകയാണ്. ഭീമ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ ചെയർമാനായ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ നിർണയപ്രകാരം ഇന്ന് 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് വില 20 രൂപ ഉയർന്ന് 7,455 രൂപയായി. വെള്ളി വില ഗ്രാമിന് 1 രൂപ ഉയർത്തി 109 രൂപയാക്കി. എസ് അബ്ദുൾ നാസർ വിഭാഗം AKG SMA 18 ക്യാരറ്റ് സ്വർണത്തിന് നൽകിയ വില ഗ്രാമിന് 25 രൂപ ഉയർത്തി 7,425 രൂപയായി. വെള്ളിക്ക് ഗ്രാമിന് 1 രൂപ വർദ്ധിച്ച് 109 രൂപയായി എത്തിയിരിക്കുകയാണ്. അസോസിയേഷനുകൾക്കിടയിൽ സ്വർണ്ണവില നിർണ്ണയം സംബന്ധിച്ച് ഒരു സമവായത്തിലെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വ്യത്യസ്തമായ വിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. മാത്രമല്ല, ഡോളറിന്റെ കാര്യം നമുക്ക് നോക്കാം. ഇന്നലെ ഔൺസിന് $3,309 വിലവാരത്തിലായിരുന്ന രാജ്യാന്തര സ്വർണ്ണവില പിന്നീട് ഒരു ഇടവേള $3,272 വരെ താഴുകയും $3,346 വരെ ഉയരുകയും ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിവെച്ച ആഗോള താരിഫ് യുദ്ധത്തിന് ശേഷം US-മായി വ്യാപാര കരാറിലെത്തുന്ന ആദ്യ രാജ്യമായി UK മാറി. ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായും വൈകാതെ US വ്യാപാര കരാറിൽ എത്തിയേക്കുമെന്നാണ് സൂചന. ഇത് ആഗോള സാമ്പത്തിക രംഗത്ത് ആശ്വാസമാകുന്നുണ്ട്. എന്നാൽ US-ന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാവി സംബന്ധിച്ച അനിശ്ചിതത്വം ചർച്ചകൾക്കിടയിലും ചൈനയ്ക്ക് മേൽ 80% ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച ട്രംപിന്റെ നടപടി യൂറോയും പൗണ്ടും യെന്നും ഉൾപ്പെടെ ലോകത്തെ 6 പ്രമുഖ കറൻസികൾക്കെതിരായ US ഡോളർ ഇൻഡെക്സിന്റെ വീഴ്ച എന്നിവ സ്വർണ്ണവില കൂടിയേക്കാമെന്ന സൂചനകൾ നൽകുന്നുണ്ട്. എന്തൊക്കെയാണ് ഇത്തരത്തിലൊരു കൂടാനുള്ള സാഹചര്യത്തിലേക്ക് നയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. US-ന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാവി സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സ്വർണത്തിന് വില കൂടാനുള്ള സാഹചര്യമുണ്ട്. ചർച്ചകൾക്കിടയിലും ചൈനയ്ക്കുമേൽ 80% ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച ട്രംപിന്റെ നടപടി അതും ഇതൊരു വില കൂട്ടാനുള്ള സാഹചര്യത്തിലേക്ക് നയിക്കും. യൂറോയും പൗണ്ടും യെന്നും ഉൾപ്പെടെ ലോകത്തെ 6 പ്രമുഖ കറൻസികൾക്കെതിരായ US ഡോളർ ഇൻഡെക്സിന്റെ വീഴ്ച അതും സ്വർണ്ണവില കുത്തനെ ഉയരുന്നതിലേക്ക് നയിക്കുമെന്നാണ് സൂചനകൾ. മാത്രമല്ല, US ഡോളർ ഇൻഡെക്സ് താഴുകയാണെങ്കിലും ഇന്ത്യൻ റുപ്പിക്ക് അത് മുതലെടുത്ത് മുന്നേറാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. അതും വലിയൊരു സാമ്പത്തിക രംഗത്ത് വലിയ തിരിച്ചടിയാകുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ത്യൻ ഓഹരി കടപ്പത്ര വിപണികളിലേക്കുള്ള വിദേശ നിക്ഷേപം നഷ്ടപ്പെട്ടു തുടങ്ങിയതാണ് തിരിച്ചടിയായി മാറിയത്. ഇന്നലെ മാത്രം 3,800 കോടി രൂപയുടെ ഇന്ത്യൻ ഓഹരികളാണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വിറ്റൊഴിഞ്ഞത്. സെൻസെക്സും നിഫ്റ്റിയും വ്യാപാരം അവസാനിപ്പിച്ചതും നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നിഫ്റ്റി 265.80 പോയിന്റും സെൻസെക്സ് 880.34 പോയിന്റുമാണ് താഴ്ന്നത്. അതേസമയം ഈ ഒരു സാഹചര്യത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടി നമുക്ക് നോക്കാം. പാകിസ്ഥാനുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ ഏതുതരം പ്രതിസന്ധി നേരിടാൻ സജ്ജമായിരിക്കണമെന്ന് ബാങ്കുകളോട് നിർദ്ദേശിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ബാങ്കിംഗ് ധനകാര്യ സേവനങ്ങൾ മുടക്കമില്ലാതെ ലഭ്യമാക്കണമെന്ന് ബാങ്ക് പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. അതിർത്തി മേഖലകളിലെ ശാഖകളിലുള്ള ജീവനക്കാരുടെയും കുടുംബങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും നിർമ്മല സീതാരാമൻ നിർദ്ദേശിച്ചു. അതേസമയം നമുക്ക് ഇന്ത്യ പാക് പോരാട്ടവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നോക്കാം. പ്രത്യേകിച്ച് ഇന്ന് വാർത്താ സമ്മേളനം നടന്നിരുന്നു. വാർത്താ സമ്മേളനത്തിൽ നിരവധി കാര്യങ്ങളാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? പാകിസ്ഥാന്റെ പല കള്ളങ്ങളെയും ചുട്ടുകൊട്ടാരം പോലെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. പല വ്യാജ പ്രചരണങ്ങളും.
നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളും ഷെല്ലിങ്ങിലും ഏതാനും സാധാരണക്കാർക്ക് ജീവൻ നഷ്ടമാകുകയും ജനവാസ കേന്ദ്രങ്ങളിൽ നാശനഷ്ടമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് വാർത്താ സമ്മേളനത്തിൽ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന നടപടി പാകിസ്ഥാൻ തുടരുകയാണ്. ആദംപൂരിലെ ഇന്ത്യയുടെ S-400 മിസൈൽ പ്രതിരോധ സംവിധാനവും സൂറത്ഗഡിലെയും സിർസയിലെയും എയർഫീൽഡുകളും നഗ്രോട്ടയിലെ ബ്രഹ്മോസ് ബേസ്, ചണ്ഡീഗഡ് ഫോർവേഡ് അമ്യൂണേഷൻ ഡിപ്പോ എന്നിവിടങ്ങളിൽ തകർത്തെന്ന പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമാണ്. പഞ്ചാബിലെ വിവിധ വ്യോമത്താവളങ്ങളെ ലക്ഷ്യമിട്ട് അതിവേഗ മിസൈൽ ആക്രമണങ്ങളും പാകിസ്ഥാൻ നടത്തി. ശ്രീനഗറിലെയും അവന്തിപ്പോരയിലെയും ഉധംപൂരിലെയും വ്യോമത്താവളങ്ങൾക്ക് സമീപമുള്ള മെഡിക്കൽ സെന്ററിലും സ്കൂളിലും പാകിസ്ഥാൻ ആക്രമണം നടത്തി. ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്ന പാക് രീതി ഭീരുത്വമാണ് എന്നാണ് ഇന്ത്യ വിമർശിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ നിയന്ത്രിതവും കൃത്യവുമായ തിരിച്ചടി ഇന്ത്യ നൽകിയിട്ടുണ്ട്. റഫീഖി, മുറീദ്, ചക്ലാല, റഹീം യാർഖാൻ, സുഗൂർ എന്നിവിടങ്ങളിൽ യുദ്ധവിമാനങ്ങളിൽ നിന്നും എയർ ലോഞ്ച് ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. പസ്രൂർ, സിയാൽകോട്ട് എന്നിവിടങ്ങളിലെ റഡാർ സ്റ്റേഷനുകളിലും ഇന്ത്യ ആക്രമണം നടത്തി. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിലും ഷെല്ലിങ്ങിലും അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുപ്വാര, പൂഞ്ച്, ബാരാമുള്ള, രജൌരി, അഗ്നൂർ സെക്ടറുകളിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നുണ്ട്. ഇതിൽ ഇന്ത്യൻ സൈന്യം നൽകിയ തിരിച്ചടിയിൽ പാകിസ്ഥാനും കനത്ത നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. സംഘർഷം അടുത്ത തലത്തിലേക്ക് എത്തിക്കാൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ പാകിസ്ഥാനിൽ നിന്നും പ്രകോപനം ഉണ്ടായാൽ അതിന് ശക്തമായ തിരിച്ചടി നൽകാൻ സൈന്യം സജ്ജമാണ്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി, കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദമാക്കിയത്. ജമ്മുകശ്മീരിലെയും പഞ്ചാബിലെ സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തുകയാണ്. ഇന്ത്യയുടെ പവർ ഗ്രിഡുകളെല്ലാം സുരക്ഷിതമാണെന്നും സൈന്യം വ്യക്തമാക്കി. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒട്ടേറെ സൈനിക പോസ്റ്റുകളും ലോഞ്ച് പാഡും ഇന്ത്യൻ സൈന്യം തകർത്തു. ഡ്രോണുകൾ വിക്ഷേപിക്കാൻ ഉപയോഗിച്ചിരുന്ന ലോഞ്ച് പാഡും തകർത്തു. പ്രത്യാക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഏജൻസികൾ പുറത്തുവിട്ടിട്ടുണ്ട്. പഞ്ചാബിലെ അമൃത്സറിൽ പാകിസ്ഥാൻ ആക്രമണത്തിന് ഉപയോഗിച്ചത് ബൈക്കർ ഇഹ-3 കാമിക്കാസെ തുർക്കി നിർമ്മിത ഡ്രോണുകളാണെന്നും വിവരം. ആക്രമണ ശ്രമമുണ്ടായത് രാവിലെയാണ്. ഈ ഒരു ശ്രമത്തെ ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തി. സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. ഇത് ഇന്ത്യ അപലപിക്കുന്നുണ്ട്. അത് അപലപനീയമായ ഒരു കാര്യമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. തീർത്തും ഇത്തരത്തിൽ സാധാരണ ജനങ്ങളെ എന്തിനാണ് ലക്ഷ്യമിടുന്നത് എന്ന ചോദ്യം ശക്തമാവുകയാണ്. ഇതിനിടയിൽ ഇന്ത്യൻ വനിതാ വ്യോമസേന പൈലറ്റിനെ പിടികൂടിയെന്ന വ്യാജ പ്രചാരണവും പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. ഇന്ത്യൻ വ്യോമസേനയിലെ സ്ക്വാഡ്രോൺ ലീഡറായ ശിവാനി സിംഗിനെ പിടികൂടിയെന്നായിരുന്നു പാക് അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുടെ പ്രചാരണം. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിരവധി വ്യാജ വാർത്തകളാണ് പാക് അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രചരിക്കുന്നത്. ഭട്ടിൻഡ എയർഫീൽഡ് തകർത്തെന്നായിരുന്നു മറ്റൊരു പ്രചാരണം. ഇതും തെറ്റാണെന്നും ഭട്ടിൻഡ എയർഫീൽഡ് പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും PIB വ്യക്തമാക്കി. ഡൽഹി വിമാനത്താവളത്തിൽ മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് മറ്റൊരു പ്രചാരണം. ഒരു വീഡിയോയും ഇതിനൊപ്പം പോസ്റ്റ് ചെയ്തിരുന്നു. 2024 ഓഗസ്റ്റിൽ യമൻ തലസ്ഥാനത്തുണ്ടായ ഗ്യാസ് സ്റ്റേഷൻ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളാണിത്. ഡൽഹി വിമാനത്താവളത്തിൽ സ്ഫോടനം എന്ന പേരിൽ പ്രചരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ദൃശ്യമാണ്. തീർച്ചയായിട്ടും ഈ ഒരു പോരാട്ടത്തിന്റെ മറവിൽ നിരവധി വ്യാജ വാർത്തകൾ, വ്യാജ വിവരങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനെതിരെ നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഇന്ത്യയിലെ 26-ലധികം പ്രദേശങ്ങൾക്ക് നേരെയാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിനെല്ലാം സേന തടഞ്ഞു. ഇന്ത്യയുടെ വ്യോമസേന താവളങ്ങൾ സുരക്ഷിതമാണെന്നും സേന അറിയിച്ചു. പടിഞ്ഞാറ് അതിർത്തികളിൽ പാകിസ്ഥാൻ നിരന്തരം ആക്രമണം നടത്തുകയാണ്. ഡ്രോണുകൾ, ദീർഘദൂര ആയുധങ്ങൾ, യുദ്ധവിമാനങ്ങൾ അടക്കമുള്ളവ ഉപയോഗിച്ച് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ തകർക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. നിരവധി ആക്രമണങ്ങളെ ഇന്ത്യ നിർവീര്യമാക്കി. മാത്രമല്ല, നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ, സ്കൂളുകൾ, ആരാധനാലയങ്ങളൊക്കെ ഇവർ ലക്ഷ്യമിട്ടുവെന്നാണ് കേണൽ സോഫിയ ഖുറേഷി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പാക് സൈന്യം ഇന്ത്യ ലക്ഷ്യം വെച്ച് നീങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് കൂടുതൽ ആക്രമണം ലക്ഷ്യം വെച്ചുള്ളതാണ്. ഇന്ത്യ ഒരു അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആക്രമണത്തിന് പ്രത്യാക്രമണം, ആ ഒരു രീതിയിലാണ് ഇന്ത്യ നിൽക്കുന്നത്. മറ്റൊരു രീതിയിലേക്ക് പോകാൻ പക്ഷേ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പാകിസ്ഥാന്റെ നിലപാട് മറിച്ചാണ്. അതായത് ഒരു യുദ്ധം എന്ന പ്രഖ്യാപനം, അതായത് കരാറുകൾ റദ്ദാക്കിയപ്പോൾ തന്നെ യുദ്ധം എന്ന രീതിയിലുള്ള പ്രഖ്യാപനം പാകിസ്ഥാൻ നടത്തിയിരുന്നു. പാകിസ്ഥാൻ യുദ്ധം കൊതിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ ഏതെങ്കിലും രീതിയിൽ, മോശമായ രീതിയിൽ, അതായത് ഈ ഒരു പോരാട്ടം വല്ലാത്തൊരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അതിന് തിരിച്ചടി ഇന്ത്യ നൽകിയിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.